നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. തിരുവിരുവെന്നുള്ള ശബ്ദം വരെ കേൾക്കാം. വാസ് വെരി നൈസ്. സ്വല്പം ഇഞ്ചി ചമ്മന്തിയും കൂടെ അരച്ചു. അടിപൊളിയാണ്. ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് ഈ 4 മണിക്കൊക്കെ കുട്ടികൾക്കും വലിയ ആളുകൾക്കും ഒക്കെ ചായയുടെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്നാക്സ്. അതായത് നമുക്ക് ഈ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും മിച്ചം വരത്തില്ലേ, ദോശമാവ് ഇഡ്ഡലി മാവ്, അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 2-3 കാര്യം കൂടെ ചേർക്കണം. അപ്പോൾ എന്താണെന്ന് നോക്കാം. ആദ്യം ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തത് 2.5 തവി, 2.5 ചെറിയൊരു തവിക്കകത്ത് 2.5 തവി റവയാണ്. ആ റവയുടെ കൂട്ടത്തിൽ ഒരു 2-3 ഐറ്റം കൂടെ ചേർത്ത് നമുക്ക് ഈ സംഭവം ഉണ്ടാക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് കുറച്ച് തിളച്ച വെള്ളം, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണേ, ഞാനതെടുത്ത് അതിൻ്റെ അകത്തേക്ക് ഒഴിക്കുവാണ് കേട്ടോ. ഇതിനെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ റവയൊന്ന് കുതിർന്ന് നല്ല ഇത്തിരി ഒന്ന് വെന്ത് റെഡിയാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റവ ഒന്ന് കുതിർന്ന് റെഡിയായി കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് നമുക്ക് അത്രയും തന്നെ, അതായത് 2.5 തവി, 2.5 ബൗള് അരിമാവ്, നമ്മുടെ ഇഡ്ഡലി മാവ് അല്ലെങ്കിൽ ദോശമാവ് മിച്ചം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയത് ഏത് ഒഴിക്കാം, അതും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ദോശമാവ് പുളിച്ച ദോശമാവായിരിക്കുമല്ലോ രാവിലത്തെ, അപ്പോൾ അതും കൂടെ വെച്ചിട്ട് കുറച്ച് ഉപ്പുമായിട്ട് നമ്മൾ മിക്സ് ചെയ്തു. ഇനി ഇതിനകത്തേക്ക് ഇടേണ്ടത് ഒരു 3 കഷ്ണം ചെറിയ ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളക്, ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്. ഇനി ഇത് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ കൈ ഉപയോഗിക്കാം കേട്ടോ, ചൂടായതുകൊണ്ടാണ് ഞാൻ കൈ ഉപയോഗിക്കാഞ്ഞത്. ഇനി നമുക്ക് വേണമെങ്കിൽ കൈ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒരു ഫ്രൈ പാൻ വെച്ച് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കോരിയെടുക്കാം. ഇപ്പം നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇത് നല്ല ഇഞ്ചി ചമ്മന്തി, വെള്ള ചമ്മന്തി കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ.